നിലമ്പൂരിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ടാണ് കൺവെൻഷൻ. അതേസമയം തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കും. അരുൺ ആലത്തൂർ ചേർന്നു വിവരങ്ങളുമായി. അരുൺ, ഇന്ന് പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിക്കുകയാണ്. അൻവർ പത്രിക പിൻവലിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആ ക്യാമ്പിൽ നിന്നാണ് എന്തെങ്കിലും ഒരു വാർത്ത പ്രതീക്ഷിക്കുന്നത് എല്ലാവരും. ഒപ്പം NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് ആരംഭിക്കുമ്പോൾ പൂർണ്ണ തോതിലേക്ക് NDAയുടെ പ്രവർത്തനം, തിരഞ്ഞെടുപ്പ് പ്രചാരണം മാറുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നു. വിവരങ്ങൾ. 4 മണിക്കാണ് NDAയുടെ തെരഞ്ഞെടുപ്പ്. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. NDAയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നതോടുകൂടെ തന്നെ NDA ക്യാമ്പുകളിൽ അത് വലിയ ആവേശവും ആത്മവിശ്വാസവും ഒക്കെ പകരുന്നതായി മാറും എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ രാവിലെ എടക്കാട് ഭാഗത്താണ് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നൊക്കെ വലിയ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും സ്ഥാനാർത്ഥി പറയുന്നത്. ഒപ്പം തന്നെ ഈ NDAയെ സംബന്ധിച്ചിടത്തോളം പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ അവർ ഏറ്റവും പ്രഥമ പരിഗണന നൽകുന്നത് അത് മലയോര ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതുൾപ്പെടെ കൃത്യമായി ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിൽ ഏതൊക്കെ തരത്തിലുള്ള പരിഹാരങ്ങൾ വേണമെന്നുള്ളത്, ഒപ്പം തന്നെ ഏത് തരത്തിലായിരുന്നു കഴിഞ്ഞ 9 വർഷ കാലയളവിൽ അവർ അനുഭവിച്ച ദുരിതങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ, ജനകീയ വിഷയങ്ങൾ വലിയ ചർച്ചയാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് NDA ക്യാമ്പുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇനി വൈകിട്ടത്തെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ അദ്ദേഹം ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയുക എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റു നോക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുറമെ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ആ പരിപാടിയിൽ ഉണ്ടാവുമെന്നുള്ളതാണ്. ശോഭാ സുരേന്ദ്രൻ, ഷോൺ ജോർജ്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങി മുതിർന്ന നേതാക്കളും മറ്റുമൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുന്നതിനുള്ള ദിവസം, അതിൻ്റെ സമയം ഇന്ന് അവസാനിക്കുകയാണ്. വൈകിട്ടൊരു 3 മണി വരെയാണ് സമയം ഉള്ളത്. 14 സ്ഥാനാർത്ഥികളാണ് ഇതുവരെ പത്രിക നൽകിയിട്ടുള്ളത്. ഈ 14 സ്ഥാനാർത്ഥികളിൽ അൻവർ പത്രിക പിൻവലിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യമായിട്ട് ഉള്ളത്. അതിൽ പ്രധാന കാരണം എന്നുള്ളത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ പത്രിക പിൻവലിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും പലപ്പോഴും അൻവർ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇങ്ങനെ മാറി മറിയുന്നതാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ ദിവസങ്ങളിലും കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസവും തൃണമൂൽ സ്ഥാനാർത്ഥിയായിട്ട് പത്രിക നൽകുകയും പിന്നീട് അത് തള്ളിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് മത്സരിക്കുമെന്നൊക്കെയാണ് അൻവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ നിലപാടുകൾ ഇങ്ങനെ മാറി മറിയുന്നത് കൊണ്ട് തന്നെ ഇനി അവസാന ഘട്ടത്തിൽ പത്രിക പിൻവലിക്കുമോ എന്നുള്ളതും ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പറയുന്നത്. ഏതായാലും അത് എല്ലാവരും വലിയ രീതിയിൽ ആവേശത്തോടു കൂടി ഉറ്റുനോക്കുന്നുണ്ട്. ഇനി അന്തിമമായിട്ട് എത്ര സ്ഥാനാർത്ഥികൾ, കാരണം ഈ 14 സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ അതിൽ ചില ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിലാരൊക്കെ പത്രിക പിൻവലിക്കും, അവസാന ചിത്രം എത്ര സ്ഥാനാർത്ഥികൾ എന്ന തരത്തിൽ അവസാന ചിത്രം എന്തായിരിക്കും എന്നുള്ളത് ആ 3 മണിക്ക് ശേഷം അറിയാൻ കഴിയും എന്നുള്ളതാണ്. ഏതായാലും ഓരോ സ്ഥാനാർത്ഥികളുടെയും അൻവർ ഇതുവരെ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല. അൻവറിൻ്റെ ബോർഡുകളോ മറ്റോ ഒന്നും തന്നെ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തും കാണാനും കഴിയുന്നില്ല എന്നുള്ളൊരു സ്ഥിതി തന്നെയാണുള്ളത്. അതേസമയം ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥി പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ പഞ്ചായത്തുകളിലാണ് സ്വരാജിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് പുരോഗമിക്കുന്നത്. അതേസമയം NDA നേരത്തെ പറഞ്ഞ പോലെ എടക്കാട് ഭാഗത്താണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം. ഒപ്പം ഇന്ന് ഈ കേന്ദ്രമന്ത്രി കൂടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുന്നതോടുകൂടെ തന്നെ NDA ക്യാമ്പുകളിൽ വരും ദിവസങ്ങളിൽ പ്രചാരണം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ.